നേരത്തെ ജോർജ് ജോസഫ് സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ കുട്ടികൾ അധിക നേരവും സ്കൂളിലാണല്ലോ. നോക്കൂ ശ്രീ ജോർജ് ജോസഫ് സാർ, പൂവ് എന്നൊരു വാക്ക് ബ്ലാക്ക് ബോർഡിൻ്റെ ഒത്ത നടുക്ക് എഴുതിയിട്ടാൽ ഒന്നാമത്തെ കുട്ടി വന്ന് ഒരു പൂവ് എന്നാക്കും, അടുത്ത കുട്ടി വന്ന് ഒരു മഞ്ഞപ്പൂവ് എന്നാക്കും, തൊട്ടടുത്ത കുട്ടി വന്ന് ഒരു മഞ്ഞ മനോഹരമായ പൂവ് എന്നാക്കും. അങ്ങനെ ഒന്നാമത്തെ കുട്ടിയിൽ നിന്ന് 40-ാമത്തെയോ 50-ാമത്തെയോ കുട്ടിയിലേക്ക് എത്തുമ്പോൾ പൂവ് എന്ന ഒറ്റ വാക്ക് എത്രയോ അർത്ഥവിശാലതയുള്ള ഒരു വലിയ വാചകമായി മാറും. അതിന് സുഗന്ധമുണ്ടാകും, ആ പൂവിന് ഭംഗിയുണ്ടാകും, അത് മറ്റൊരാൾ വന്ന് പറിച്ചു പോയെന്ന് വരാം. അങ്ങനെ എത്രയോ വലിയ അർത്ഥതലങ്ങളുള്ള ഒരു വലിയ വാചകമായി മാറ്റാൻ കെൽപ്പുള്ള കുട്ടികളാണ് 1-ലും 2-ലും 3-ലും ഒക്കെ ഇരുന്ന് പഠിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഈ അധ്യാപകരുടെ റോൾ അതങ്ങ് പറഞ്ഞ് വെച്ചതാണല്ലോ. എവിടെയാണ് അധ്യാപകർക്ക് പിഴയ്ക്കുന്നത്? അധ്യാപകരെ കാരണം അവർ സ്കൂളിൽ വന്നാൽ കുട്ടികളുടെ കാര്യം നോക്കാനല്ല, അവർക്ക് സംഘടനാപരമായ കാര്യങ്ങൾ. സർ, ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി അധ്യാപകരുണ്ട്. പക്ഷേ അവർക്ക് പോലും ഭയമാണോ എന്നൊരു ചോദ്യം. സർ, പണ്ട് നമ്മളൊക്കെ അങ്ങയുടെ കാലത്ത്, അതിൻ്റെ അടുത്ത തലമുറയിൽ ഞങ്ങൾ പഠിക്കുമ്പോഴൊക്കെയും സ്കൂളിൽ ഒരു വിഷയം നടന്നാൽ തലപ്പൊക്കമുള്ള ഒരു അധ്യാപകൻ വന്ന് ഉറക്കെ നിർത്തട എന്ന് പറഞ്ഞാൽ നിർത്തി 2 വശത്ത് പിരിഞ്ഞു പോകുമായിരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് സ്കൂളുകൾക്കപ്പുറത്തേക്ക് ബസ് സ്റ്റാൻഡുകളിൽ, റോഡുകളിൽ ഒക്കെയും കുട്ടികൾ കൂട്ടമായി വന്ന് തമ്മിലടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ക്രൂരമായി ഒരു കുട്ടിയെ വളഞ്ഞിട്ട് 10-30 പേർ ചേർന്ന് ആക്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ മാനസികമായ മാറ്റം അധ്യാപകരെ പോലും പേടിപ്പെടുത്തുന്നു. അത് അധ്യാപകരുടെ ചുമതല നിർവഹിക്കാത്തത് കൊണ്ടെന്ന് ഞാൻ പറയാം. നമുക്ക് കോട്ടയത്തെ നേഴ്സിംഗ് കോളേജിൽ എന്താ ഉണ്ടായത്? അവിടുത്തെ പ്രിൻസിപ്പളും അതുപോലെ അവിടുത്തെ അധ്യാപകർ എന്താ ചെയ്തത്? അവിടെ കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്ത് ഇത്രയും പീഡനം നടന്നിട്ട് ദേഹം മുഴുവൻ വരഞ്ഞിട്ട് അതിനകത്ത് ഡെറ്റോൾ ഒഴിച്ചിടുന്ന കുട്ടികൾ, അതുണ്ടായിട്ട് ഇവരറിഞ്ഞില്ലല്ലോ. അത് എത്ര മാസമാണ് ആ കുട്ടികളെ പീഡിപ്പിച്ചത്? എന്നിട്ട് അവിടെ ഇരുന്ന് ന്യായം പറയുന്ന പ്രിൻസിപ്പൾ, അവരെ പ്രതിയാക്കണമെന്ന് ഞാൻ അന്ന് പോലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവർക്ക് എന്താണ് ഉത്തരവാദിത്തം? ശമ്പളം വാങ്ങിച്ച് കള്ളും കുടിച്ച് നടക്കുന്നതാണോ അധ്യാപകരുടെ ചുമതല? അല്ലല്ലോ, അവർ ചെയ്തില്ല. അതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ഥലത്തോട്, ഈ കൊല്ലത്ത് നേഴ്സിംഗ് കോളേജിലെ സീനിയർ 3 പെൺകുട്ടികൾ അവിടുത്തെ താഴെയുള്ളൊരു കൊച്ചിനെ പീഡിപ്പിച്ച് അതിനെ റാഗ് ചെയ്തപ്പം അത് ഹോസ്റ്റലിൽ നിന്ന് എടുത്ത് ചാടിച്ചെത്തു. അപ്പോൾ അതേപ്പറ്റി എന്ത് പറയുന്നു? അവിടെ ആ പ്രിൻസിപ്പൾ പോലും, പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഈ കുട്ടി പരാതി കൊടുത്തിട്ടുണ്ട്, കുട്ടിയുടെ ഫാദർ പരാതി കൊടുത്തിട്ടുണ്ട്, അയാൾ ഒന്നും അന്വേഷിച്ചില്ലല്ലോ. ഇവർക്കൊക്കെ ഓരോ സ്ഥാനങ്ങൾ വേണം, സാമ്പത്തികം വേണമെന്നല്ലാതെ സമൂഹത്തിനോട് കടപ്പാടില്ലാത്ത കുറേ അധ്യാപകരാണ്. കുറേയൊക്കെ നല്ല ആൾക്കാരുണ്ടാവും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ആ സ്കൂളിലെ ലീഡറായ ഒരു ടീച്ചർ പറഞ്ഞാൽ ആ കുട്ടികളെല്ലാം നിശബ്ദരാകുമായിരുന്നു നേരത്തെ. ഇപ്പം എന്താണ്? അവർക്ക് മാതൃകയുള്ള ഒരു ടീച്ചർമാരും അവിടെയില്ല. മുദ്രാവാക്യം വിളിച്ച് സംഘടിച്ച് ആ കോളേജിൻ്റെ സ്കൂളിൻ്റെ പരിസരത്തൂടെ മുദ്രാവാക്യം നടക്കുന്ന സാറുമാരെയാണ് കാണുന്നത്. അതല്ലല്ലോ നമ്മൾ ഗുരുശിഷ്യ ബന്ധം എങ്ങനെയാണ് അത് നിലനിർത്താൻ അധ്യാപകർക്ക് സാധിക്കുമല്ലോ. ആധുനിക യുഗത്തെ ചിന്തകൾ എടുത്തിടും, അല്ലെങ്കിൽ രാഷ്ട്രീയം എടുത്തിടും. അങ്ങനെ പറഞ്ഞെല്ലാം അവരുടെ ഉത്തരവാദിത്വം ഒഴിയാണ്. ശമ്പളം നല്ലതായിട്ട് വാങ്ങിക്കുന്നുണ്ടല്ലോ, അവരുടെ ഉത്തരവാദിത്വം അവർ ചെയ്യുക. അപ്പം നമ്മൾ ഈ സ്കൂളിലും കോളേജിലും നടക്കുന്ന ഒന്നും വേണ്ടില്ല. പൂക്കോട് ഉണ്ടായ എന്താണ്? അവിടുത്തെ അധ്യാപകർ ആ പയ്യനെ അവിടെ ഇട്ട് പീഡിപ്പിച്ച് കൊന്നിട്ട് അവിടുത്തെ അധ്യാപകരും പ്രിൻസിപ്പളും അവിടുത്തെ എല്ലാവരും ഒറ്റക്കെട്ടായ കൊച്ചിന് എതിരായിട്ട് നിന്ന ഇതാണ് നടക്കുന്നത്. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ആരുടെ കുഴപ്പമാണ്? ഞാൻ അതുകൊണ്ടാണ് ഈ അധ്യാപകരെ കുറ്റപ്പെടുത്തുന്നത്. കാരണം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുന്ന സംഘടനാ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സംഘടന അവരുടെ കയ്യിലുണ്ട്. ഇവരെയൊക്കെ പണിഷ് ചെയ്യണ്ടേ? അവരുടെ ജോലി അവർ ചെയ്യുന്നത് ഇങ്ങനെയാണോ? നമ്മൾക്ക് ഇന്ത്യയുടെ പാരമ്പര്യം ഇവർ മറന്നുപോയോ? എന്താണ് നമ്മൾ പണ്ടത്തെ കാലത്ത് അന്നത്തെ ഗുരുവിൻ്റെ വീട്ടിൽ പോയി കിടന്നാണ് പഠിക്കുന്നത്. നമ്മൾ ഇപ്പം അധ്യാപകനെ തല്ലുന്ന വിദ്യാർത്ഥികളാണ്. അവനോട് എന്ത് കാണിക്കാൻ? അവനെ നമ്മൾക്ക് സ്കൂളിൽ നിന്ന് പുറത്താക്കണ്ട, സമൂഹത്തിൽ നിന്ന് പുറത്താക്കണ്ട അവനെ. അതെന്താണ് നമ്മളത് ചെയ്യാത്തത്? ഇതാണ് ഇവർക്ക് വളം വെച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ SFIയും അല്ലെങ്കിൽ KSU എന്ന് പറഞ്ഞ സംഘടനകളുണ്ട്, അവരെ സംരക്ഷിക്കുന്നുണ്ട്. ആ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരുണ്ട്. എന്തിനാണ് അധ്യാപകർ ഈ കുട്ടികളെ പേടിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഞാൻ കുറേ പിള്ളേരെ കൊണ്ടവനാണ് സിറ്റിയിലെ CA SI ആയിരിക്കുന്ന സമയത്ത്.
കാരണം അതിന് അവിടുത്തെ ആ എറിയിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരായി ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടുണ്ട് കോളേജിനകത്ത് നിൽക്കുന്നത്. യുവമാർക്ക് എന്തിനാണ് കോളേജിനകത്ത് വരേണ്ട ആവശ്യം? അപ്പം കാര്യങ്ങൾ സമൂഹം കൈവിട്ട് നമ്മുടെ കുട്ടികളെല്ലാം കൈവിട്ടു പോയത് ഇവർ പഠിപ്പിക്കുന്ന അധ്യാപകരും ആ അധ്യാപകർ ഓരോ സ്കൂളിലും കോളേജിലും ഇടിമുറി ഉണ്ടല്ലോ, അതാരാണ് അനുവദിച്ചു കൊടുക്കുന്നത്? അവിടുത്തെ പ്രിൻസിപ്പളും സാറുമാരും അല്ലേ. എന്തുകൊണ്ട് പോലീസിനെ വിളിച്ചോട്ട് ആ ഇടിമുറി അവർ അടിച്ച് നിരപ്പാക്കിയില്ല, അല്ല അവിടെ റെയ്ഡ് ചെയ്തില്ല? ആർക്കും കഴിയില്ല. അപ്പോൾ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വിഭാഗം ആൾക്കാർ എല്ലാ കോളേജിലും സ്കൂളുകളിലും ഉണ്ട്. സമൂഹത്തിനോട് കടപ്പാടില്ല. അധ്യാപകരല്ലേ നമ്മൾ ഈ സമൂഹത്തിലെ നല്ല കുട്ടികളെ വാർത്തെടുക്കാനായിട്ടൊക്കെ നമ്മൾ അപ്പനും അമ്മയും തിരക്കും ബഹളം കാരണം അവർ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ നല്ല മാതൃകകൾ പഠിച്ച് കുട്ടികൾ വരും എന്ന് കരുതുന്ന അവിടെ ഡ്രഗ്സ് അടിക്കുന്ന എത്ര അധ്യാപകരുണ്ട്? ആ അധ്യാപകരെ പിരിച്ചു വിട്ടിട്ടുണ്ടോ കേരളത്തിൽ? ഒരു സ്കൂളിൽ 1-2 പേര് ഡ്രഗ്സ് അടിക്കുന്നവർ മദ്യപാനികളാണ്. ഞാനിവിടെ ആർട്സ് കോളേജിൽ അവിടെ ഇത് പലതും എനിക്ക് പറയാൻ പറ്റില്ല. അവിടുത്തെ PTA പ്രസിഡൻ്റായിരുന്നു. പല അധ്യാപകരും മദ്യപിക്കുന്നതാണ്, ക്ലാസ്സിൽ കയറില്ല. ഇതൊക്കെ നോട്ട് ചെയ്യാനായിട്ട് ഇവിടെ ആരുണ്ട്? അവരുടെ അധ്യാപക അല്ലെങ്കിൽ സംഘടനകൾ അതിന് വളം വെക്കുകയാണ്. ഇവിടെ DPI ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ പണി എന്താണ്? ഇതൊക്കെ അല്ലേ ചെയ്യും. അപ്പം നിയമത്തിൻ്റെ അല്ലെ അധികാരത്തിൻ്റെ അല്ലെ സംഘടനയുടെ സ്വാതന്ത്ര്യം വെച്ച് ഇവരെ ഒന്നും തൊടാനേ പറ്റൂല. സമൂഹം ഇതിൽ അപ്പുറത്തോട്ട് സഞ്ചരിക്കും. ഇപ്പം തന്നെ ആ കൊച്ചിൻ്റെ മാനസിക വളർച്ച ശരിയല്ല എന്നാണ് ഞാൻ പറയണേ. 5 പേരെ കൊന്നു, 6 അമ്മയും കൊല്ലാൻ ശ്രമിച്ചു. അപ്പം ആ മാനസിക വളർച്ച എങ്ങനെയുണ്ടായി? സ്കൂളുകാരും അറിഞ്ഞില്ല, ആ വീട്ടുകാരും അറിഞ്ഞില്ല. അയാൾ 15 വയസ്സ് മുതലേ അങ്ങനെയാണ്. വിദ്യാഭ്യാസത്തിന് യാതൊരു യോഗ്യത ഇല്ലാത്തവർക്കെല്ലാം ഇപ്പം സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. എല്ലാവരുടെയും പേരിൻ്റെ മുമ്പിൽ ഡോക്ടറേറ്റും PhD ഉണ്ട്. എന്തിനാണ് ഇങ്ങനെ PhD? സമൂഹത്തിന് ഉപകാരമില്ലാത്ത PhD എന്താണ്? അപ്പോൾ ഇതൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു സമൂഹമായി അധപ്പതിച്ചു പോയി നമ്മുടെ സൊസൈറ്റി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികളെ രൂപപ്പെടുത്താനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഉള്ള അധ്യാപകർ അവർ വികലമായ മനസ്സിൻ്റെ ഉടമകളാണെന്നാണ് ഞാൻ പറയുന്നത്. അവർക്കൊന്നും ഇതിന് നേരമില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ 2 തലമുറ നശിച്ചു പോയി. ഇപ്പോഴത്തെ കുട്ടികളും കുട്ടികളുടെ പേരൻസിൻ്റെ തലമുറയും നശിച്ചു പോയി. അതുകൊണ്ട് അതിൻ്റെ അനുഭവം, അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിലും കുട്ടികൾ റിബലായി വന്നു. കാരണം അത് അപ്പനും അമ്മയും ബഹുമാനിക്കുന്ന കുട്ടികൾ, അപ്പനും അമ്മയും എന്തു ചെയ്യും? അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം അവർ ലിവിങ് ടുഗദറിലോട്ട് അപ്പം വേറെ സ്ഥലത്ത് പോകും. ഇതെല്ലാം കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുക. മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിച്ചെങ്കിൽ മാത്രമേ നല്ല കുട്ടികളും അവർ നല്ലതായിട്ട് ട്രെയിൻ ചെയ്ത് വരികയുള്ളൂ. അതിനുള്ള സംവിധാനം കേരളത്തിൽ ഇല്ല. അവിടെയാണ് പ്രശ്നങ്ങൾ. അത് ഇതിലും വർഷമായിട്ട് പോകും. ഇപ്പം ദൈനംദിനം 1-2 കൊലപാതകങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടായിരിക്കുന്നത്. മകൻ അപ്പനെ വെട്ടിക്കൊല്ലുന്നു, അപ്പനും അമ്മയും കൂടെ അമ്മയും കൊല്ലുന്നു, അതുപോലെ സഹോദരനെ വെട്ടിക്കൊല്ലുന്നു. എന്താണ് കേരളത്തിൽ ഒരു മാനുഷിക മൂല്യം? ശരിയാണ് ശ്രീമതി മീര ഹരികൃഷ്ണൻ. അതായത് ഇപ്പോൾ കുട്ടികൾക്ക് പഠനത്തിനപ്പുറം അല്ലെങ്കിൽ പാഠ്യപദ്ധതിക്കപ്പുറം വിവരങ്ങളുടെ സമാഹരണം പല വഴിക്ക് കിട്ടുന്ന കാലമാണ്. മൊബൈൽ ഫോൺ അവിടെ നിൽക്കട്ടെ, അതിനപ്പുറം ക്ലാസ് മുറികളിൽ, അതിന് പുറത്ത് ബസ്സുകളിൽ ഒക്കെ കിട്ടുന്ന അറിവുകൾ, അത് നേരായ അറിവുകൾ എന്ന അർത്ഥത്തിലല്ല, ആ അറിവുകളുടെ സമാഹരണം അവർ ഉള്ളിലൊതുക്കുന്നു, അതിന് മറ്റു വഴികൾ തേടുന്നു. അപ്പോൾ തുറന്നു പറയാത്ത മക്കളാണോ, മക്കളെ തിരിച്ചറിയാത്ത രക്ഷകർത്താക്കളാണോ പ്രധാന പ്രശ്നം അല്ലെങ്കിൽ വലിയ തെറ്റുക? തീർച്ചയായും അതിലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്, ചൂണ്ടിക്കാണിച്ചത്. എന്റെ ഒരു അനുഭവം കഴിഞ്ഞ ദിവസം തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം. ഒരു 16 വയസ്സുള്ള പെൺകുട്ടി എന്റെ അടുത്ത് വന്ന് പറയുകയാണ്, എനിക്ക് തുറന്ന് സംസാരിക്കാൻ വീട്ടിൽ ആരുമില്ല. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, മുത്തശ്ശിയുണ്ട്. അപ്പൊ ഇത്രയും പേരടങ്ങുന്ന ഒരു കുടുംബത്തില് അപ്പം മോളെന്താ അവരോട് സംസാരിക്കാത്തെ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി എന്നോട് എടുത്തടിച്ച് പറഞ്ഞാണ്, അവർക്കാർക്കും എന്നോട് സംസാരിക്കാൻ സമയമില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് സീരിയൽ കാണുകയാണോ, എന്താണ്? അപ്പൊ അച്ഛൻ വൈകിയാണ് ജോലി കഴിഞ്ഞ് വരുന്നത്, 9 മണിയൊക്കെ ആകും. അപ്പൊ അച്ഛൻ നേരെ ഫുഡ് കഴിച്ച് മൊബൈലുമായിട്ട് അച്ഛൻ മുറിയിലേക്ക് പോകും. അപ്പോ അനിയന് ഒരു ഗെയിമൊക്കെ കളിക്കുന്ന കൂട്ടത്തിലാണ്, അവൻ ബിസിയാണ്. അപ്പം ആകെ ഉള്ളത് മുത്തശ്ശിയാണ്. പിന്നെ അല്പസ്വല്പമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം TV എടുത്ത് മുത്തശ്ശിയുടെ മുറിയിലേക്ക് കൊടുത്തു. അപ്പം മുത്തശ്ശിക്ക് അത് കാണലാണ് പ്രധാന ഹോബി. അമ്മ പിന്നെ അമ്മയെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കുട്ടിയുടെ അവസ്ഥ. അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ സീരിയലോ മറ്റു കാര്യങ്ങളോ ഒന്നും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാണാറില്ല, ഞാൻ ഇതൊക്കെ ഒഴിവാക്കി. പക്ഷെ കുട്ടി അപ്പൊ അമ്മയുടെ മുന്നിൽ ഇരുന്ന് തന്നെ നമ്മളോട് സംസാരിച്ചാണ്. അമ്മ ശരിയാണ്, സീരിയലൊന്നും കാണാറില്ല, അല്ലെങ്കിൽ ഒരുപാട് പരിപാടികളൊന്നും കാണാറില്ല. പക്ഷെ അമ്മ ഒരു ഫോൺ കോൾ ചെയ്തു തുടങ്ങിയാൽ ഒരു 2-2.5 മണിക്കൂറോളമാണ്
വൈകുന്നേരങ്ങൾ, അതായത് സന്ധ്യ കഴിഞ്ഞ് കുട്ടിയുടെ ക്വാളിറ്റി സമയം എന്ന് നമ്മളൊക്കെ പറഞ്ഞു വെക്കുന്ന, അവൾക്ക് ഏറ്റവും കൂടുതൽ ഒരു വീട്ടിൽ നിന്നാകട്ടെ അവളെ കേൾക്കാനും അല്ലെങ്കിൽ അവക്ക് പറയാനും ഒക്കെ ആയിട്ടുള്ള ഒരു സമയമാണ് അപഹരിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നിരവധി, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നത്. പക്ഷെ പേഴ്സണലി ഈ പേരൻസിനോടാണെങ്കിലും അവളെ ചുറ്റിയുള്ള മറ്റാളുകളോടാണെങ്കിലും അവരെ ചുറ്റിപ്പറ്റിയുള്ള മറ്റാളുകളോടാണെങ്കിലും സംസാരിക്കുമ്പോൾ അവര് നമ്മളോട് പറയുന്നത് കുട്ടിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കുന്നു, അവർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് വേണ്ടിയുള്ള സമയം കണ്ടെത്തുന്നതിൽ ഒരു വലിയ പരാജയം തന്നെ ആകുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങൾ എന്നുള്ളത് കൂടിയാണ്. പിന്നെ ഒരു പരിധി വരെ നമുക്ക് ശരിയാണ്, അധ്യാപകരെ മാത്രമായി നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. എല്ലാ മേഖലകളിലും ഈ ഒരു മൂല്യച്യുതി വന്നു പോയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് ഇത്തരം തുടർച്ചയായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ്. മാനസികാരോഗ്യ മേഖല കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും അത് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളെ പോലെയുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എപ്പോഴും മനസ്സിലാകുന്നത്. ശരി, വേണ്ടാത്ത അറിവുകളുടെ സമാഹരണം വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഈ കാലത്ത് കുട്ടികളെയും രക്ഷാകർത്താക്കളെയും നമ്മൾ ഒരുപോലെ കുറ്റം പറയേണ്ടി വരും. പക്ഷേ കുട്ടികളെ തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം രക്ഷാകർത്താക്കൾ കാണിക്കണം. കുട്ടികളോട് കൂടുതൽ സംസാരിക്കണം. അവർ സ്കൂൾ വിട്ടു വന്നാൽ വിവരങ്ങൾ അന്വേഷിക്കണം. അതൊക്കെ സാധ്യമാകുന്നുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. തൽക്കാലം നമുക്ക് രക്ഷാകർത്താക്കളെ മാറ്റി നിർത്താം.